ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നൈർമല്യമില്ലാത്ത ബഡ്ജറ്റിന്മേലുള്ള രാഹുൽ ഗാന്ധിയുടെ മറുപടി പ്രസംഗം സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ്. രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരും വാർത്താ അവലോകകരും എല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ഒരു മറുപടിയുമില്ലാതെ പ്രതിരോധിക്കാനാവാതെ നാവിറങ്ങിപ്പോയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഭരണകക്ഷി അംഗങ്ങൾക്ക്. ബഡ്ജറ്റ് സെഷന് മുൻപുള്ള ട്രഡീഷനായ ഹൽവ സെറിമണി നിർമ്മല സീതാരാമനും ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ഓഫീസേഴ്സും ചേർന്ന് നടത്തുന്നതിന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹം ഈ ചിത്രം ഉയർത്തിക്കാണിക്കുമ്പോൾ സ്പീക്കർക്ക് ഒട്ടും പിടിച്ചില്ല. ക്യാമറ രാഹുൽ ഗാന്ധിയിൽ നിന്ന് സ്പീക്കറിന്റെ മുഖത്തേക്ക് മാറുന്നു. എന്നിട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പഠിപ്പിക്കുകയാണ് സഭയിൽ ഒരു പോസ്റ്ററും പാടില്ല എന്ന്. പിന്നീട് രാഹുൽ ഗാന്ധി താൻ ഉയർത്തിക്കാണിച്ച ചിത്രത്തെ വിശദീകരിക്കുകയാണ്. ഈ ബഡ്ജറ്റ് ഹൽവ സെറിമണിയുടെ ചിത്രത്തിൽ ഒരു പിന്നോക്ക വിഭാഗക്കാരനോ ഒരു ആദിവാസിയോ ഒരു ദളിതനോ പോലുമില്ല. രാജ്യത്തെ 95% പ്രതിദാനം ചെയ്യുന്ന വിഭാഗങ്ങളിൽ നിന്ന് ആരും ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൽ പങ്കാളിയായില്ല. പിന്നെ എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ഹൽവ രാജ്യത്തെ ജനങ്ങളുടെ ബഡ്ജറ്റ് ആകുന്നത്? നിങ്ങൾ രാജ്യത്തെ അതിസമ്പന്നർ ചേർന്ന് രാജ്യത്തിന്റെ ബഡ്ജറ്റ് എന്ന ഈ ഹൽവ തയ്യാറാക്കുന്നു. അത് നിങ്ങൾ തന്നെ ഭക്ഷിക്കുന്നു. രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കൊന്നും അതിലൊരു പ്രാതിനിധ്യവുമില്ല. ഇത് കേട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുഖം പൊത്തിപ്പിടിച്ച് നാണം കെട്ട വളിച്ച ചിരിയോടെ കുനിയുന്ന രംഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ ശരിയാണെന്നല്ലേ? ഈ തയ്യാറാക്കിയ 20 പേരുടെയും പേരുകൾ എന്റെ പക്ഷത്തുണ്ട്. വേണമെങ്കിൽ ഞാൻ ആ പേര് തരാം. ഈ 20 പേരിൽ ഒരു മൈനോറിറ്റിയും ഒരു OBCയും മാത്രമാണ് ഉള്ളത്. എന്നാൽ ഈ ഫോട്ടോയിൽ അവർ 2 പേരുമില്ല. അപ്പോഴും നിർമ്മല സീതാരാമൻ എന്റെ കള്ളി പൊളിഞ്ഞല്ലോ എന്നുള്ള ഭാവത്തിൽ നാണം കെട്ട് വിശ്വസിക്കാനാവാതെ തലയാട്ടുന്നത് കണ്ടോ? തുടർന്ന് ജാതി സെൻസസ് നടത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വിശദീകരിക്കുകയാണ്. രാജ്യത്തെ 95% വരുന്ന പിന്നോക്ക വിഭാഗക്കാർ, ദളിതർ, ആദിവാസികൾ, ജനറൽ കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ടവർ എന്നിവർക്ക് അവരുടെ ഭാഗധേയം എത്രയെന്ന് അറിയാൻ ജാതി സെൻസസ് ആവശ്യമാണ്. അദ്ദേഹം പിന്നീട് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തി കൊലപ്പെടുത്തിയ കാര്യം പറഞ്ഞു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു എന്ന യുവാവിനെ 6 പേർ ചേർന്ന് ചതിയിലൂടെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തി വധിച്ചു. ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ ഭയവും ഹിംസയുമാണ് ഉള്ളത്. ഈ ചക്രവ്യൂഹത്തിന് മറ്റൊരു പേരുണ്ട്, പത്മവ്യൂഹം. പത്മവ്യൂഹം താമരയുടെ രൂപത്തിലാണ്. 21ാം നൂറ്റാണ്ടിൽ പുതിയൊരു ചക്രവ്യൂഹം ഉണ്ടായിരിക്കുകയാണ്. ആ ചക്രവ്യൂഹവും താമരയുടെ രൂപത്തിലാണ്. പ്രധാനമന്ത്രിയുടെ കോട്ടിൽ കാണുന്ന ആ താമര അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ പെടുത്തിയിരിക്കുന്നത് പോലെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ചതിയിലൂടെ ചക്രവ്യൂഹത്തിൽ പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ യുവാക്കളെ, കൃഷിക്കാരെ, അമ്മപെങ്ങന്മാരെ, ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരെ എല്ലാം. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ദ്രോണാചാര്യ, കർണൻ, കൃപ, കൃതാവർമ്മ, അശ്വത്ഥാത്മാവ്, ശകുനി എന്നീ 6 പേർ ചേർന്നായിരുന്നു. ചക്രവ്യൂഹത്തിൽ ആയിരക്കണക്കിന് പേരുണ്ട്. പക്ഷെ അതിന്റെ നടുവിലുള്ള നിയന്ത്രിക്കുന്നവർ 6 പേരാണ്. പുരാണത്തിൽ ചെയ്തതുപോലെ 21ാം നൂറ്റാണ്ടിലെ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെ 6 പേർ ചേർന്നാണ്. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അംബാനി, അദാനി എന്നീ 6 പേർ. ഇത് ഓം ബിർളയ്ക്ക് പിടിച്ചില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. സഭയിലില്ലാത്തവരുടെ പേരുകൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രി കിരൺ റിജിജു എഴുന്നേറ്റ് നിന്ന് ഇതിനെതിരെ ശക്തമായി സംസാരിച്ചു. അതിന് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി ഇങ്ങനെയാണ്. स्पीकर सर, मैं समझता हूं मंत्री जी को अदानी जी और A1 and A2 की रक्षा करनी है, मैं समझता हूं, नो प्रॉब्लम. എനിക്കറിയാം ഇത് പ്രതിരോധിക്കേണ്ടത് മന്ത്രിക്ക് അത്യാവശ്യമാണെന്ന്. സ്പീക്കർ സാറേ, എനിക്കറിയാം മന്ത്രിക്ക് അദാനി, അംബാനി, A1, A2 എന്നിവരെ പ്രതിരോധിക്കേണ്ടത് കടമയാണെന്ന്. അദ്ദേഹത്തിന് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലാവും. അദാനിയുടെയും അംബാനിയുടെയും പേര് പറയരുത് എന്ന് സ്പീക്കർ പറഞ്ഞതിന് വളരെ തക്കതായ രീതിയിലാണ് രാഹുൽ ഗാന്ധി A1, A2 എന്ന് പറഞ്ഞത്. സ്പീക്കർക്ക് എല്ലാ മിണ്ടാട്ടവും മുട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. A1, A2 എന്ന് പറയുമ്പോൾ ആരുടെ പേരും ഇവിടെ പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇതൊരു ജനാധിപത്യമാണ്, മന്ത്രിക്ക് A1നെയും A2നെയും പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അതോടെ ഭരണകക്ഷി അംഗങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയി. രാജ്യത്തെ 95% വരുന്ന പിന്നോക്ക വിഭാഗക്കാരെയും പാവപ്പെട്ടവരെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ അഭിമന്യുവല്ല, മറിച്ച് അർജുനനാണ്. അവർ നിങ്ങളുടെ ചക്രവ്യൂഹം പൊളിച്ച് പുറത്തു കടക്കും. ഇന്ത്യ സഖ്യം ആദ്യത്തെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ അഹങ്കാരത്തെ തല്ലിക്കെടുത്തുക എന്നുള്ള ലക്ഷ്യം. സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രസംഗം നടക്കുമ്പോൾ കടന്നു വരാനുള്ള ധൈര്യം പ്രധാനമന്ത്രിക്കില്ല. എന്നിട്ട് ഭരണകക്ഷി ബെഞ്ചുകളെ നോക്കി പറയുകയാണ്, നിങ്ങളോട് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും
പ്രധാനമന്ത്രി സഭയിൽ വരികയില്ല എന്ന്. BJP-കാരുടെ സർവ്വ ആത്മവീര്യവും ചോർത്തിക്കളയുന്ന വാക്കുകളായിരുന്നു അത്. പിന്നീട് രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളുടെ പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ധനമന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. ബജറ്റിൽ യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് നൽകുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ തമാശയാണെന്ന് പറയാതെ വയ്യ. രാജ്യത്തെ 500 വലിയ കമ്പനികളിൽ മാത്രമായി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കും എന്നാണ് പറയുന്നത്. രാജ്യത്തെ 99% യുവാക്കൾക്കും ഇത് ഒരിക്കലും ലഭിക്കുകയില്ല. നിങ്ങൾ ആദ്യം കൈയൊടിച്ചു, എന്നിട്ട് അതിൻ്റെ മേൽ ബാൻഡേജ് വെക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നീട് ഈ ബഡ്ജറ്റ് കൊണ്ട് രാജ്യത്തെ മിഡിൽ ക്ലാസ്സിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബഡ്ജറ്റിനു മുൻപ് രാജ്യത്തെ മിഡിൽ ക്ലാസ് പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്തിരുന്നവർ ആയിരിക്കാം. പ്രധാനമന്ത്രി കോവിഡിന്റെ സമയത്ത് ഠട്ടട്ട എന്ന് പാത്രം കൊട്ടാൻ പറഞ്ഞപ്പോൾ അവർ പാത്രം കൊട്ടി. പിന്നീട് മൊബൈൽ ഫോണിന്റെ ലൈറ്റ് തെളിക്കാൻ പറഞ്ഞപ്പോൾ അവർ ലൈറ്റ് തെളിച്ചു. എന്നാൽ ഈ ബഡ്ജറ്റിലൂടെ അതേ മിഡിൽ ക്ലാസിന്റെ വയറ്റത്തും നടുവിലും അടിച്ചിരിക്കുകയാണ്. ഇൻഡെക്സേഷൻ നിർത്തലാക്കുക വഴി അവരുടെ നടുവിനടിച്ചു. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വർദ്ധിപ്പിക്കുക വഴി അവരുടെ നെഞ്ചത്ത് ചവിട്ടി. അവസാനമായി അഗ്നിവീറുകളുടെ പ്രശ്നം ഉന്നയിച്ചാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. രാജ്യത്തെ പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു, യുദ്ധത്തിൽ മരിക്കുന്ന അഗ്നിവീറുകൾക്ക് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകുമെന്ന്. പക്ഷേ അത് തെറ്റാണ്. അവർക്ക് കേവലം ഇൻഷുറൻസ് മാത്രമാണ് നൽകുന്നത്, അല്ലാതെ നഷ്ടപരിഹാരമല്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നൽകുന്ന നഷ്ടപരിഹാര തുകയല്ല. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിലെ പോരായ്മകൾ അക്കമിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തിയ രാഹുൽ ഗാന്ധിയുടെ ഈ ബഡ്ജറ്റ് പ്രസംഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?